കഥ തുടരുന്നു. ഹരിലാൽ കപ്പയും താറാവ് കറിയുമാണ് കഴിക്കുവാൻ തുടങ്ങിയത്. ഇതിനിടെ മാധവനും ഭാനുമതിയും പല്ലവിയും പരസ്പരം നോക്കുന്നത് പ്രണവ് കണ്ടു. എന്താ, ഞങ്ങളെ മറന്ന് 3 പേരും കണ്ണുകൊണ്ട് ഒരു വർത്തമാനം? അയാൾ തുറന്നു ചോദിച്ചു. അത് ഒന്ന് പരിങ്ങിയിട്ട് ഭാനുമതി പറഞ്ഞു. നല്ല മധുരക്കള്ള് ഇരിപ്പുണ്ട്. നമ്മുടെ തെങ്ങിൽ നിന്ന് പല്ലവി ചെത്തിയെടുത്തതാ. ആഹാ, പ്രണവ് പാത്രം നീക്കി വെച്ചു. ഗോപിദാസിൻ്റെയും കുടുംബത്തിൻ്റെയും മുഖം വിളറി. അപ്പോഴാണ് ബാക്കി പറഞ്ഞത്. അക്കാര്യമല്ലായിരുന്നോ മുത്തശ്ശി ആദ്യമേ പറയേണ്ടിയിരുന്നത്? വേഗം എടുത്തോണ്ട് വാ. എല്ലാവരും ചിരിച്ചു പോയി. പല്ലവി വേഗം അടിച്ച് ഊറ്റി വെച്ചിരുന്ന 2 കുപ്പിക്കള്ള് മേശപ്പുറത്ത് കൊണ്ടുവന്നു. അതിൽ നിന്ന് ചെറു കുമിളകൾ അപ്പോഴും പൊന്തി വരുന്നുണ്ടായിരുന്നു. എനിക്കും കൂടി ഗ്ലാസ് വേണം കേട്ടോ പല്ലവി, അഞ്ജന ഓർമ്മപ്പെടുത്തി. പല്ലവി 3 ഗ്ലാസുകൾ കൊണ്ടുവച്ചു. എനിക്ക് ഗ്ലാസ്സൊന്നും വേണ്ട. പ്രണവ് കുപ്പി തുറന്ന് വായിലേക്ക് ചരിച്ചു. അഞ്ജനയും ഹരിലാലും ഗ്ലാസുകളിൽ പകർന്നു മെല്ലെ കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിനിടെ നാട്ടുവിശേഷങ്ങൾ തിരക്കി. മഴക്കാലത്ത് ഇവിടെയൊക്കെ വെള്ളം കയറുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ, അപ്പോഴെന്ത് ചെയ്യും? അഞ്ജനയാണ് ചോദിച്ചത്. അതാണ് ഞങ്ങൾ ഈ നാട്ടുകാരുടെ കഷ്ടകാലം, ഭാനുമതി മറുപടി നൽകി. ചില വർഷങ്ങളിൽ 4ഉം 5ഉം മാസങ്ങൾ ഞങ്ങൾ സർക്കാർ ക്യാമ്പുകളിൽ കഴിയേണ്ടി വരും. 3 മാസത്തിൽ കുറഞ്ഞ ഒരു വർഷം പോലുമില്ല. കിഴക്ക് മഴ പെയ്താൽ ഞങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട്. അതിന് ശാശ്വതമായ ഒരു പരിഹാരമില്ലേ? ചോദിച്ചത് പ്രണവാണ്. ഉത്തരം പറഞ്ഞത് ഹരിലാലും. നമ്മുടെ ചാനലിൽ തന്നെ പല മന്ത്രിമാരുടെയും പരിഹാരങ്ങളും വാഗ്ദാനങ്ങളും ഒരുപാട് വന്നിട്ടുണ്ടല്ലോ സാർ. പരിഹാരമെന്ന് പറയുന്നത് ഇരുനില വീടാണ്. താഴത്തെ നിലയിൽ വെള്ളം കയറുമ്പോൾ മുകൾ നിലയിൽ കഴിയാം. പക്ഷേ കിച്ചണടക്കം എല്ലാം മുകൾ നിലയിലും ഉണ്ടായിരിക്കണം. പിന്നെ ഇപ്പോൾ വീട് വയ്ക്കുന്ന ചിലർ വെള്ളം കയറാത്ത രൂപത്തിൽ പില്ലറുകളിൽ ഉയർത്തിയാണ് നിർമ്മാണം. പ്രണവ് ഒന്ന് മൂളി. വളരെ സാവധാനത്തിൽ ഏതാണ്ട് 1 മണിക്കൂർ കൊണ്ടാണ് അവർ ഭക്ഷണം കഴിച്ചു തീർത്തത്. അടുത്ത കാലത്തൊന്നും ഇത്രയും രുചികരമായ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞാൽ അത് വെറും ഭംഗിവാക്കാണെന്ന് കരുതുകയേ ഉള്ളൂ മുത്തശ്ശി, പ്രണവ് അറിയിച്ചു. എന്നാൽ അതാണ് സത്യം. ഇവിടുത്തെ 5 സ്റ്റാർ ഹോട്ടലുകളിൽ പോലും ഇതിൻ്റെ 4-1 രുചിയുള്ള ഭക്ഷണം കിട്ടില്ല. ഞങ്ങൾ കടകളിൽ നിന്ന് വാങ്ങുന്ന പൊടികളൊന്നും ഉപയോഗിക്കാറില്ല, നിറങ്ങളും, ഭാനുമതി അഭിമാനത്തോടെ പറഞ്ഞു. അവർ കൈ കഴുകാൻ ഇറങ്ങിയ നേരത്ത് ബാലു വീണ്ടും കസേരകൾ തിണ്ണയിൽ കൊണ്ടിട്ടു. പല്ലവി വൃത്തിയുള്ള ടവൽ അവർക്ക് കൈ തുടയ്ക്കാനായി കൊടുത്തു. അതിനിടെ ഹരിലാലിൻ്റെ മുഖത്തേക്കും ഒന്ന് നോക്കി. അവൻ അവളെ തന്നെ നോക്കുകയായിരുന്നു. അതിഥികൾ പിന്നെയും തിണ്ണയിൽ വന്നിരുന്നു. ഭാനുമതി പല്ലവിയുടെ കാതിൽ എന്തോ തിരക്കി. അവൾ പതിഞ്ഞ ശബ്ദത്തിൽ മറുപടി നൽകി. അത് അഞ്ജന കണ്ടു. എന്തായാലും പറഞ്ഞോളൂ പല്ലവി, അവൾ നിർദ്ദേശിച്ചു. അത് എനിക്ക് ഉച്ചയ്ക്ക് ചെത്താൻ പോകണമായിരുന്നു. അവളുടെ സ്വരത്തിൽ പരുങ്ങൽ. അത്രയേ ഉള്ളൂ? പല്ലവി പോയിട്ട് വാ, ഞങ്ങൾ അല്പം കൂടി കഴിഞ്ഞേ പോകുന്നുള്ളൂ. അഞ്ജനയുടെ അനുവാദം കിട്ടിയതോടെ പല്ലവിക്ക് സന്തോഷമായി. തെങ്ങു ചെത്താനുള്ള ഉപകരണങ്ങളുമായി അവൾ തൻ്റെ സ്കൂട്ടറിൽ പോകുന്നത് അവർ കൗതുകത്തോടെ നോക്കിയിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ പ്രണവും അഞ്ജനയും ഹരിലാലും മുറ്റത്തേക്കിറങ്ങി. ആ പരിസരം മുഴുവൻ നോക്കി കണ്ടിട്ട് പുത്തനാറിന് അടുത്ത് പോയി നിന്ന് പുഴയിലേക്ക് നോക്കി എന്തൊക്കെയോ സംസാരിക്കുകയായിരുന്നു. ഈ സമയം കൊണ്ട് ഗോപിദാസും മാധവനും ബാലുവും ആഹാരം കഴിച്ചു. പല്ലവി കൂടി വന്നിട്ട് ഞാൻ കഴിച്ചോളാം, ഭാനുമതി പറഞ്ഞു. 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പല്ലവി മടങ്ങിയെത്തി. മോള് പോയി വല്ലതും കഴിച്ചിട്ട് വാ, ഞങ്ങൾക്ക് ചിലത് സംസാരിക്കാനുണ്ട്, അഞ്ജന പറഞ്ഞിട്ട് കസേരയിലിരുന്നു. സംശയത്തോടെ ഹരിലാലിനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പല്ലവി വീടിനുള്ളിലേക്ക് പോയി. ഭാനുമതിക്കൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുമ്പോഴും പല്ലവിയുടെ ചിന്ത അഞ്ജന എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്നതായിരുന്നു. അക്കാര്യം അവൾ ഭാനുമതിയോട് പതിഞ്ഞ സ്വരത്തിൽ ആരായുകയും ചെയ്തു. എനിക്കും അറിയത്തില്ല മോളെ, ഞങ്ങളോടും അവർ ഒരു കാര്യവും സൂചിപ്പിച്ചതുപോലുമില്ല. ഏതായാലും നമ്മളെ ദ്രോഹിക്കുന്ന കാര്യമല്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ മോള് തെങ്ങ് ചെത്താൻ പോയപ്പോൾ അഞ്ജന വീണ്ടും ഗോപിദാസിൻ്റെ ഫയൽ ബാലുവിനെ കൊണ്ട് എടുപ്പിക്കുകയും അതിൽ ചിലതിൻ്റെയൊക്കെ ഫോട്ടോ മൊബൈൽ ഉപയോഗിച്ച് പകർത്തുകയും ചെയ്തിരുന്നു. പല്ലവിക്ക് അത് പുതിയ അറിവായിരുന്നു. എങ്കിലും എന്തിനെന്ന് വ്യക്തമായില്ല. കഴിച്ചു കഴിഞ്ഞില്ലേ മോളെ? തിണ്ണയിൽ നിന്ന് ഗോപിദാസിൻ്റെ ശബ്ദം. ദാ വരുന്നച്ചാ. ഇടുക്കത്തിൽ അവൾ എഴുന്നേൽക്കുമ്പോൾ അഞ്ജന പറയുന്നത് കേട്ടു. ആ കുട്ടി പതുക്കെ കഴിക്കട്ടെ ഗോപിയേട്ടാ. അവൾ തെങ്ങുകളിൽ കയറി ക്ഷീണിച്ചു വന്നതല്ലേ? ഗോപിദാസിൻ്റെ മറുപടി ഉണ്ടായില്ല. പല്ലവി താൻ കഴിച്ച പാത്രങ്ങൾ അടുക്കളയിൽ കൊണ്ടുവച്ചു. പിന്നീട് കഴുകാമെന്ന് വിചാരിച്ചു. ഭാനുമതിയും വേഗത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു. തോളിൽ കിടന്നിരുന്ന ചുരിദാറിൻ്റെ ഷാളിൽ കഴുകിയ കൈയും മുഖവും അമർത്തിത്തുറച്ച് പല്ലവി തിണ്ണയിലേക്കുള്ള വാതിൽപ്പടിയിൽ ചാരി നിന്നു. അവളെ കടന്ന് തിണ്ണയിലേക്കിറങ്ങിയ ഭാനുമതി കാലുകൾ മുറ്റത്തേക്ക് നീട്ടിയിട്ട് തറയിലും ഇരുന്നു. അഞ്ജന പ്രണവിനെ നോക്കി. ചേട്ടൻ തന്നെ പറയൂ. പ്രണവ് കസേരയിൽ നിവർന്നിരുന്നു. ഗോപിദാസിൻ്റെയും കുടുംബത്തിൻ്റെയും കണ്ണുകൾ അയാളുടെ മുഖത്തായിരുന്നു. ഒന്ന് മുരടനക്കിയ ശേഷം പ്രണവ് സംസാരിച്ചു. ഞങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതൊന്നും പറ്റില്ലെന്ന് നിങ്ങൾ പറയരുത്. ഞങ്ങളുടെ അവകാശമാണെന്ന് കരുതിയാൽ മതി. ആമുഖ സംഭാഷണം കേട്ടതോടെ സംഗതി ഗൗരവമുള്ളതാണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യമായി. അവർ കാതുകൾ കൂർപ്പിച്ചു. പ്രണവ് തുടർന്നു. ഒന്നാമത്തെ കാര്യം, ഗോപിയേട്ടൻ്റെ കേസ് ഫയലിൻ്റെ ചില ഭാഗങ്ങൾ അഞ്ജന അമേരിക്കയിലെ അവരുടെ ഹോസ്പിറ്റലിലെ പ്രഗത്ഭനായ ഓർത്തോപീഡിയാട്രിഷ്യൻ വാട്സാപ്പിൽ അയച്ചു കൊടുത്തു. എന്നൊരു ശബ്ദം ഭാനുമതിയിൽ നിന്നുണ്ടായി. പ്രണവ് അത് ശ്രദ്ധിക്കാതെ ബാക്കി പറഞ്ഞു.
അവിടുത്തെ ഡോക്ടറിൽ നിന്ന് കിട്ടിയ മറുപടി 80% അദ്ദേഹത്തിന് ഉറപ്പുണ്ട് എന്നതാണ്. ഗോപിയേട്ടനെ എഴുന്നേൽപ്പിച്ച് നടത്താൻ കഴിയുമെന്ന്. പിന്നെ എല്ലാം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും എന്നത് വേറെ കാര്യം. ഗോപിദാസിൻ്റെ ശരീരത്തിലും മനസ്സിലും ഒരു കുളിരു പാഞ്ഞു. അതേ അവസ്ഥ തന്നെയായിരുന്നു മാധവനും ഭാനുമതിക്കും പല്ലവിക്കും ബാലുവിനും. ഗോപിദാസിൻ്റെ മുഖം പെട്ടെന്ന് തെളിഞ്ഞെങ്കിലും അത് വീണ്ടും മങ്ങി. ഇവിടെ എത്ര ആശുപത്രികളിൽ പോയതാ സാറേ? അയാൾ ബാക്കി പറയാൻ സമ്മതിക്കാതെ പ്രണവ് കൈ ഉയർത്തി. നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലുകൾ പോരെന്ന് തോന്നിയിട്ട് തന്നെയല്ലേ മന്ത്രിമാർ എല്ലാവരും അമേരിക്കയെ ശരണം പ്രാപിക്കുന്നത്? അതിന് ഗോപിദാസ് ഉത്തരം പറഞ്ഞില്ല. പ്രണവ് പിന്നെയും പറഞ്ഞു, ചിലപ്പോൾ ഗോപിയേട്ടന് 2-3 സർജറികൾ വേണ്ടി വന്നേക്കും. അത് സാരമില്ല, സർജറികൾ വിജയിച്ചാൽ 3 മാസം, അതിനപ്പുറം പോകില്ല. ഗോപിയേട്ടൻ നടന്നിരിക്കും. ഫിസിയോതെറാപ്പിയൊക്കെ ഹോസ്പിറ്റലുകാർ തന്നെ ചെയ്യിച്ചുകൊള്ളും. എന്തു പറയുന്നു? അയാൾ എല്ലാ മുഖങ്ങളിലേക്ക് മാറി മാറി ശ്രദ്ധിച്ചു. ആരും പ്രതികരിക്കുന്നില്ല. അവസാനം പ്രണവ് ഭാനുമതിയോട് തിരക്കി, മുത്തശ്ശി എന്ത് പറയുന്നു? കേൾക്കുമ്പോഴൊരു സുഖമൊക്കെ ഉണ്ട് സാറേ, പക്ഷേ ഈ അമേരിക്ക എന്നൊക്കെ പറയുമ്പം മാത്രമല്ല അതിനൊക്കെ. അവർ പറഞ്ഞ് അവസാനിപ്പിക്കും മുമ്പ് അഞ്ജന ഇടയ്ക്ക് കയറി. അവിടെ വേണ്ടിവരുന്ന ചെലവുകളെക്കുറിച്ചാണ് മുത്തശ്ശി ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി. അതേക്കുറിച്ചൊന്നും നിങ്ങൾ ആരും വറീഡ് ആവണ്ട. ഗോപിയേട്ടൻ അമേരിക്കയിലേക്ക് വരുവാൻ തയ്യാറാണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. കയ്പ് കൊണ്ട് വിഴുങ്ങാനും മധുരം കൊണ്ട് തുപ്പിക്കളയാനും പറ്റാത്ത അവസ്ഥയായി ഗോപിദാസിന്. എങ്കിലും പറഞ്ഞൊപ്പിച്ചു. എനിക്ക് വേണ്ടി നിങ്ങളെ കൊണ്ട് ഇത്രയും രൂപ ചെലവഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. അഞ്ജന കൃത്രിമ കോപം നടിച്ചു. ഇപ്പോഴും ഗോപിയേട്ടൻ്റെ ദുരഭിമാനത്തിന് യാതൊരു കുറവുമില്ല. ഞങ്ങളെ അന്യരായിട്ടാണ് കാണുന്നത് അല്ലേ? അയ്യോ, അങ്ങനെയല്ല. ഗോപിദാസ് മുഖം വേഗം തിരുത്തി. നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്നേ കരുതിയുള്ളൂ. എങ്കിൽ കേട്ടോളൂ, ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, മറിച്ച് സന്തോഷമേയുള്ളൂ. അഞ്ജന പല്ലവിയുടെ നേർക്ക് തിരിഞ്ഞു. മോൾക്ക് അച്ഛൻ്റെ കൂടെ വരേണ്ടി വരും. അതിനുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്യും. അമ്പരപ്പിൽ അവൾ ഹരിലാലിനെ നോക്കി. അങ്ങനെ ചെയ്തോളാൻ അവൻ കണ്ണുകൾ കൊണ്ട് അടയാളം കൊടുത്തു. ഇവിടെ പിന്നീട് വല്യച്ഛനും വല്യമ്മയും ബാലുവും മാത്രമേ ഉണ്ടാവൂ. താൻ ചെത്താൻ ഏറ്റിരിക്കുന്ന തെങ്ങുകൾ, വരുമാനം കുറവാണെങ്കിലും കട. ഒരു നിമിഷം അതൊക്കെ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. എന്നാൽ ആ മനോവ്യാപാരം പ്രണവ് തിരിച്ചറിഞ്ഞു. പല്ലവി ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഇവർ 3 പേരുടെ ചെലവുകൾ നടക്കണം. പിന്നെ തെങ്ങ് ചെത്തുന്നത്, കട നടത്തുന്നത്, ഇതൊക്കെയല്ലേ? ഷാപ്പുടമയോട് വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം. അയാൾക്ക് നഷ്ടപരിഹാരം വേണമെങ്കിൽ അതും കൊടുത്തേക്കാം. ഏതായാലും മുത്തശ്ശിക്കും മുത്തച്ഛനും വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇപ്പോഴില്ലല്ലോ. വീട്ടുചെലവിനും മറ്റുമായി ഇവരുടെ പേരിൽ കുറച്ച് രൂപ ഞാൻ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യും. അയ്യോ, അതൊന്നും വേണ്ട സാറേ, ഞങ്ങളുടെ ചെലവിനുള്ളത് ഞങ്ങൾ ഉണ്ടാക്കിക്കൊള്ളാം, മാധവൻ വേഗം പറഞ്ഞു. അതുപോലെ ഷാപ്പുടമയോട് ഞാൻ സംസാരിക്കുകയും ചെയ്തോളാം. ദേവസ്യ നല്ല മനുഷ്യനാ. ഗോപിയുടെ കാര്യത്തിന് ആയതുകൊണ്ട് അയാൾ സന്തോഷത്തോടെ സമ്മതിക്കും. അപ്പോൾ കാര്യങ്ങൾക്ക് തീരുമാനമായി. പ്രണവ് ഹരിലാലിനെ നോക്കി. ഇനിയുള്ളത് നീ ചെയ്യേണ്ട ജോലിയാണ്. ചെയ്യാൻ സാർ പറഞ്ഞോളൂ. അവന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവർ രണ്ടാൾക്കും എത്രയും വേഗത്തിൽ പാസ്പോർട്ട് എടുക്കണം. എമർജൻസി പാസ്പോർട്ടിന് ഒരാഴ്ചയിൽ കൂടുതൽ വേണ്ടി വരില്ലല്ലോ. അതിൻ്റെ പ്രൊസീഡിങ്സ് ഒക്കെ നിനക്കറിയാമല്ലോ. അറിയാം സാർ. ഓക്കെ, പ്രണവ് പുഞ്ചിരിച്ചു. ഏറിയാൽ 1 മാസം. അതിനുള്ളിൽ ഗോപിയേട്ടനും പല്ലവിയും അമേരിക്കയ്ക്ക് വന്നിരിക്കും. ഞാനും അഞ്ജനയും അടുത്ത ആഴ്ച തന്നെ മടങ്ങും. ബാക്കി കാര്യങ്ങൾ ഹരിലാൽ ചെയ്തോളും. അവിടെ ഒരു നിശബ്ദത പരന്നു. തങ്ങൾ ഈ കേൾക്കുന്നതൊക്കെ ഏതെങ്കിലും സ്വപ്നത്തിലാണോ എന്നതായിരുന്നു ഗോപിദാസിൻ്റെയും കുടുംബത്തിൻ്റെയും ചിന്ത. അതിനെ മുറിച്ചുകൊണ്ട് അഞ്ജന ശബ്ദിച്ചു. ഇനി 2ാമത്തെ കാര്യം. ഈ വീട് നിൽക്കുന്ന സ്ഥാനത്ത് ഗോപിയേട്ടനും പല്ലവിയും അമേരിക്കയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ മറ്റൊന്നാവും ഉണ്ടാവുക. എത്ര വെള്ളപ്പൊക്കമുണ്ടായാലും മുങ്ങിപ്പോകാത്ത വീട്. ഇനി ഒരിക്കലും നിങ്ങൾ സർക്കാർ തരുന്ന നക്കാപ്പിച്ചുകൊണ്ട് സ്കൂൾ വരാന്തകളിൽ കഴിയണ്ട. അല്ല, അത് ഗോപിദാസ് വേണ്ടെന്ന് പറയാൻ ഭാവിച്ചു. ഗോപിയേട്ടൻ ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇതൊക്കെ TV-യിൽ പല്ലവിയുടെ ഇൻ്റർവ്യൂ കണ്ട സമയത്ത് തന്നെ ഞങ്ങൾ തീരുമാനിച്ചതാണ്. അത് ഞങ്ങൾ നടത്തിയിരിക്കും. ഇനി 3ാമത്തെ കാര്യം. അത് അമേരിക്കയിൽ നിന്ന് നിങ്ങൾ മടങ്ങിയെത്തിയിട്ടേ പറയൂ. അതുവരെ സസ്പെൻസ്. എനിക്കും അഞ്ജനയ്ക്കും മാത്രമേ അതേക്കുറിച്ച് അറിയൂ. വാച്ച് നോക്കിയിട്ട് പ്രണവ് എഴുന്നേറ്റു. സമയം ഇത്രയുമായത് അറിഞ്ഞില്ല. അയാൾ ഹരിലാലിന് ഒരു ആംഗ്യം കാണിച്ചു. അവൻ തങ്ങൾ കൊണ്ടുവന്ന കാരി ബാഗുകളിൽ ചെറുതും എന്നാൽ ഇത്തിരി ഭാരമുള്ളതുമായ ഒരെണ്ണെടുത്ത് പ്രണവിനെ ഏൽപ്പിച്ചു. അയാൾ അതുമായി മുന്നോട്ട് നീങ്ങി വീൽചെയറിലിരിക്കുന്ന ഗോപിദാസിൻ്റെ മടിയിലേക്ക് വെച്ചു. പണ്ട് ഞാൻ പറഞ്ഞ ഒരു വാക്കാണിത്. ഗോപിദാസ് കൺമിഴിച്ചു. പുഞ്ചിരിയോടെ പ്രണവ് അറിയിച്ചു. ഇപ്പോൾ തുറന്നു നോക്കണ്ട, ഞങ്ങൾ പോയിട്ട് മതി. ഗോപിദാസ് കൈകൾ ആ ബാഗിന് മീതെ വച്ചു വിസ്മയത്തോടെ ഇരുന്നു. അതും കൂടി ഇങ്ങോട്ട് എടുക്കുക, പ്രണവ് ഹരിലാലിനോട് പറഞ്ഞു. അവൻ അവശേഷിച്ച 3 ക്യാരി ബാഗുകളും എടുത്തു കൊടുത്തു. പ്രണവ് അത് ഭാര്യയെ ഏൽപ്പിച്ചു. നീ തന്നെ നോക്കി കൊടുക്ക് അഞ്ജനെ. അഞ്ജന ഓരോന്നും അല്പാൽപ്പം തുറന്ന് അകത്തേക്ക് നോക്കി. അനന്തരം ആദ്യത്തേത് പല്ലവിയെ ഏൽപ്പിച്ചു. അത് മോൾക്കും ബാലുവിനും കൂടിയുള്ളത്. അടുത്ത ബാഗ് ഭാനുമതിക്കായിരുന്നു, മുത്തശ്ശിക്കും മുത്തച്ഛനും. അവസാനത്തേത് അവൾ തന്നെ ഗോപിദാസിൻ്റെ മടിയിലേക്കും വച്ചു. ഇത് ഗോപിയേട്ടന്. പിന്നെ ഈ 3 ബാഗുകളിൽ ഒന്നിൽ ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഞങ്ങൾ അക്കരെ എത്തി മടങ്ങിയതിന് ശേഷമേ എല്ലാ ബാഗുകളും തുറന്നു നോക്കാവൂ. അങ്ങനെ തന്നെ ചെയ്യുമല്ലോ അല്ലേ? തമാശയോടെയാണ് അഞ്ജന ചോദിച്ചത്. എല്ലാവരും തലയാട്ടി. ഈ കാഴ്ചകൾ ഓലമറയ്ക്കുള്ളിലൂടെ കണ്ട മറപ്പുര ഭാർഗവൻ അപ്പോൾ തന്നെ ഗൗതത്തെ വിളിച്ചറിയിച്ചു. നേരത്തെ വന്നവർ ഇപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്.
അവരേതാണ്ട് ബാഗുകളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് കൊച്ചു മുതലാളി. ബാഗുകളോ? അതേന്നേ. എങ്കിൽ വല്ല ദുരിതാശ്വാസ പ്രവർത്തകരും ആയിരിക്കും. അങ്ങനെ ചിന്തിക്കാനേ ഗൗതത്തിന് കഴിഞ്ഞിരുന്നുള്ളൂ. അതൊന്നുമല്ലെന്നേ. നല്ല കലക്കൻ ഒരു പെണ്ണും പിള്ള, 2 ആണുങ്ങളുമുണ്ട്. രസമതല്ല, ആണുങ്ങളിൽ ഒരുത്തൻ ടി വിയിലെ പരിപാടി ഷൂട്ട് ചെയ്യുന്നതിന് പല്ലവിയുടെ വീട്ടിൽ വന്നിട്ടുള്ളവനാ. ഒരൊറ്റും പിടിയും കിട്ടുന്നില്ല ഗൗതത്തിന്. അതെന്തുമാകട്ടെ, താൻ അവരുടെ വീഡിയോ സൂത്രത്തിൽ മൊബൈലിൽ പിടിച്ച് എനിക്കൊന്ന് അയച്ചു തന്നേരെ, അയാൾ നിർദ്ദേശിച്ചു. അത് നടക്കത്തില്ല മുതലാളി. എൻ്റെ നല്ല ഫോൺ ആലപ്പുഴ SP ആ പെണ്ണുപിള്ളയുടെ കയ്യിലായിപ്പോയില്ലേ. ഇപ്പോഴുള്ളത് നോക്കിയയുടെ പണ്ടത്തെ കുഞ്ഞു ഫോണാ. ഷിറ്റ്. ദേഷ്യത്തോടെ ഗൗതം കോൾ മുറിച്ചു. അപ്പോൾ ആഗതർ യാത്ര പറഞ്ഞു. ഗോപിദാസിൻ്റെ തിണ്ണയിൽ നിന്നിറങ്ങുന്നത് ഭാർഗവൻ കണ്ടു. അവർക്കൊപ്പം പുത്തനാറിൻ്റെ തീരത്തേക്ക് ഗോപിദാസ് ഒഴികെയുള്ളവർ എല്ലാം ചെന്നു. പ്രണവും അഞ്ജനയും ഹരിലാലും ആദ്യം വള്ളത്തിൽ കയറി. അത് കുലുങ്ങാതിരിക്കുവാൻ പല്ലവി കരയ്ക്ക് അടുപ്പിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. അവസാനം അവളും കയറി. പ്രണവും അഞ്ജനയും ഹരിലാലും മാധവൻ്റെയും ഭാനുമതിയുടെയും ബാലുവിൻ്റെയും നേർക്ക് കൈ ഉയർത്തി വീശി. വള്ളം അക്കരയ്ക്ക് തുഴഞ്ഞു പല്ലവി. വള്ളം പുത്തനാറിൻ്റെ അങ്ങേക്കരയിലെത്തുന്നതും എല്ലാവരും ഇറങ്ങി റോഡിലേക്ക് കയറുന്നതും മാധവനും ഭാനുമതിയും ബാലുവും കണ്ടു. റോഡിലെത്തിയ പ്രണവും അഞ്ജനയും ഹരിലാലും അല്പനേരം കൂടി പല്ലവിയുമായി സംസാരിച്ചു നിന്നു. പിന്നീട് റേഞ്ച് റോവറിൽ കയറി കാർ AC റോഡിൽ വട്ടം തിരിഞ്ഞ് ആലപ്പുഴയ്ക്ക് ഭാഗത്തേക്ക് പോയി. പല്ലവി തങ്ങളുടെ കടയുടെ അടുത്തേക്ക് ചെന്നു. അതിൻ്റെ തട്ടികൾ താഴ്ത്തിയിട്ടേയുള്ളൂ, പൂട്ടിയിട്ടില്ല. വൈകിട്ട് കട തുറക്കണം എന്ന് അവൾ ഓർത്തു. എന്നാൽ ഇക്കരെ നിൽക്കുന്ന ബാലുവിന് അസ്വസ്ഥതയേറുകയായിരുന്നു. ചേച്ചി വന്നിട്ട് വേണം അമേരിക്കക്കാർ എന്തൊക്കെയാണ് തന്നിട്ട് പോയതെന്ന് പരിശോധിക്കാൻ. തൻ്റെ അസ്വസ്ഥത അവൻ ഭാനുമതിയോട് തുറന്നു പറയുകയും ചെയ്തു. ചേച്ചിക്ക് വേഗത്തിൽ ഇങ്ങോട്ട് വന്നാലെന്താ? അവർ നമുക്ക് തന്നിട്ട് പോയത് എന്തൊക്കെയാണെന്ന് അറിയാൻ കൊതിയാവുന്നു. നമുക്കതങ്ങ് തുറന്നു നോക്കിയാലോ വലിയമ്മേ? ഭാനുമതി അവനെ നോക്കി ചിരിച്ചു. ഏതായാലും ഇത്രമായില്ലടാ, അവളും കൂടി വരുന്നതുവരെ ഒന്ന് ക്ഷമിക്കണം. ബാലു നിരാശയോടെ തലയാട്ടി നിന്നു. പല്ലവി അക്കരെ നിന്ന് വള്ളത്തിൽ കയറുന്നത് അവർ കണ്ടു. ആ മുഖം തെളിഞ്ഞു. എന്തായിരിക്കും അമേരിക്കക്കാർ തന്നിട്ട് പോയതെന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവളും വള്ളം തുഴഞ്ഞത്. തങ്ങൾക്കുള്ള തുണികൾ ആ ബാഗുകളിലുണ്ടെന്നുറപ്പാണ്. പക്ഷേ അഞ്ജന ചേച്ചി പറഞ്ഞ ഒരു കാര്യം, തങ്ങൾ കരുതാത്തത് എന്തോ ഒന്ന് ആ ബാഗിലുണ്ട്. ഇങ്ങനെ ഒരു ചിന്ത വന്നതോടെ അവളുടെ തുഴച്ചലിന് വേഗതയേറി. ഒന്ന് വേഗം കയറി വാ ചേച്ചി. അവൾ ഇക്കരെ കാൽ കുത്തിയതേ ബാലു പറഞ്ഞു. പല്ലവിക്ക് കാര്യം മനസ്സിലായി. വരുന്നടാ, അവൾ കുറ്റിയിൽ കെട്ടിയിട്ടു. ബാലു അപ്പോഴേക്കും തിരിഞ്ഞ് തിണ്ണയിലേക്ക് ഓടിക്കഴിഞ്ഞിരുന്നു. മറ്റുള്ളവരും പിന്നാലെ ചെന്നു. അതിനിടെ ദമയന്തിയുടെ വീടിൻ്റെ മറയില്ലാത്ത ഭാഗത്തുകൂടി അവൾ അത് കണ്ടു. മറപ്പുര ഭാർഗവൻ എന്തോ തേടുന്ന മട്ടിൽ മുറ്റത്ത് നിൽക്കുന്നു. തങ്ങളുടെ വീട്ടിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാനുള്ള നിൽപ്പാണ് അതെന്ന് പല്ലവി ഉറപ്പിച്ചു. അയാളെ കാണാത്ത മട്ടിൽ അവൾ തിണ്ണയിൽ കയറി. തുറന്നു നോക്ക് ചേച്ചി. ബാലു അവനും പല്ലവിക്കുമായി അഞ്ജന ഏൽപ്പിച്ച കാരിബാഗ് എടുത്ത് നീട്ടി. നോക്കാം. അത് പക്ഷേ വീടിനകത്ത് വെച്ചിട്ട് മതി. പല്ലവി ഗോപിദാസിൻ്റെ വീൽ ചെയറിന് പിറകിൽ ചെന്നു. അത് പതുക്കെ വീടിനുള്ളിലേക്ക് തള്ളിക്കൊണ്ടുപോയി. ബാലുവും മാധവനും ഭാനുമതിയും കവറുകളുമായി പിറകെ ചെന്നു. ആ വാതിലങ്ങ് അടച്ചേരു വല്യമ്മേ, പല്ലവി തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. ഭാനുമതി അപ്രകാരം ചെയ്തു. ദമയന്തിയുടെ വീട്ടുമുറ്റത്ത് നിന്നിരുന്ന ഭാർഗവൻ്റെ മുഖം വിളറി. വാതിൽ തുറന്നു കിടക്കുകയായിരുന്നെങ്കിൽ അകത്ത് എന്താണ് നടക്കുന്നതെന്ന് കാണാമെന്നുള്ള ഒരു നേരിയ പ്രതീക്ഷ അയാൾക്കുണ്ടായിരുന്നു. അതും അസ്തമിച്ചു. നിരാശനായി തിരിഞ്ഞ അയാൾക്ക് മുന്നിൽ ദമയന്തി പ്രത്യക്ഷയായി. ഒന്നും കാണാൻ പറ്റുന്നില്ല അല്ലേ? ഇനിയിപ്പോൾ അമിച്ച കരിക്കാരോട് എന്തു പറയും? അവൾ ഭർത്താവിനെ പരിഹസിച്ചു. കുന്തം, നീ നിന്റെ പാട് നോക്കി പോടി. ദേഷ്യത്തോടെ ഭാർഗവൻ വെട്ടിത്തിരിഞ്ഞു നടന്നു. അത് നോക്കി നിന്ന ദമയന്തി പുഞ്ചിരിച്ചു. എങ്കിലും അവളും ഓലമറയ്ക്കിടയിലൂടെ പല്ലവിയുടെ വീടിൻ്റെ വാതിൽക്കലേക്ക് നോക്കുവാൻ മറന്നില്ല. അപ്പോൾ പല്ലവി തനിക്കും ബാലുവിനായും ലഭിച്ച കാരിബാഗ് തുറന്ന് അതിലെ സാധനങ്ങൾ എടുത്തു മേശപ്പുറത്ത് വയ്ക്കുകയായിരുന്നു. മറ്റുള്ളവർ ജിജ്ഞാസയോടെ അത് നോക്കി നിന്നു. വീൽ ചെയറിലിരിക്കുന്ന ഗോപിദാസിൻ്റെ കണ്ണുകളും മേശപ്പുറത്തേക്കായിരുന്നു. തനിക്ക് ലഭിച്ച സമ്മാനങ്ങൾ അയാൾ അപ്പോഴും മടിയിൽ തന്നെ വച്ചു ശരീരത്തോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ബാഗിൻ്റെ മുകളിൽ പല്ലവിക്കും ബാലുവിനുമുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളായിരുന്നു. ബാലുവിന് 2 ജീൻസും അതിനിണങ്ങുന്ന ഷർട്ടുകളും, പല്ലവിക്ക് ചുരിദാറും പിന്നെ മിഡിയും ടോപ്പും. പിന്നെയും ബാഗിൽ എന്തോ ഉണ്ടെന്നറിഞ്ഞ് അവൾ അകത്തേക്ക് കൈകടത്തി. ജുവലറി ഷോപ്പിലെ ഒരു മനോഹരമായ ബോക്സ്, അല്പം വലിപ്പമുള്ളതായിരുന്നു അത്. അവൾ അതെടുത്ത് മറ്റുള്ളവരെ ഒന്ന് നോക്കിയിട്ട് തുറന്നു. ആശ്ചര്യസൂചകമായൊരു ശബ്ദം ഭാനുമതിയിൽ നിന്നുണ്ടായി. ഒരു മാലയും 2 വളകളും 1 ജോഡി കമ്മലുകളും, പിന്നെ 4ആയി മടക്കിയ ചെറിയ കടലാസ്. പല്ലവി അതെടുത്ത് നിവർത്തു. പിന്നെ എല്ലാവരും കേൾക്കെ വായിച്ചു. പല്ലവി, അച്ഛൻ്റെ ചികിത്സക്കായി നീ നിൻ്റെ ആഭരണങ്ങൾ വിറ്റ കാര്യം ഹരിലാലിൽ നിന്ന് അറിഞ്ഞു. അതിനാൽ ഇത് ഞങ്ങൾ സമ്മാനിക്കുന്നു എന്ന് പ്രണവും അഞ്ജനയും. അല്പനേരത്തേക്ക് ആരും സംസാരിച്ചില്ല. മാല എങ്ങനെ പോയാലും 3 പവനിൽ കുറയില്ലെന്ന് പല്ലവിക്ക് നിശ്ചയമുണ്ടായിരുന്നു. അതുപോലെ വളകളും ഓരോ പവൻ വീതം കണ്ടേക്കും. കമ്മൽ 2നും കൂടി 1 പവനിൽ കുറയില്ല. എങ്ങനെ നോക്കിയാലും 6 പവനുണ്ടാവും. ഇപ്പോഴത്തെ വിലയ്ക്ക് ഏതാണ്ട് 2.5 ലക്ഷം രൂപ വരും. ഭാനുമതി ആഭരണങ്ങൾ ഓരോന്നെടുത്ത് അതിൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ്. കൊള്ളാം. ഇതാണ് അഞ്ജന സൂചിപ്പിച്ച ആ സർപ്രൈസ് എന്ന് ഉറപ്പായി. അടുത്തതായി മാധവനും ഭാനുമതിക്കുമായി ലഭിച്ച ബാഗാണ് തുറന്നത്. അതിൽ അവർക്ക് ഇരുവർക്കുമുള്ള ഡ്രസ്സുകൾ തന്നെ.
ഇനി അച്ഛൻ്റേത് നോക്കാം, ബാലു പറഞ്ഞു. അവൻ തന്നെ ഗോപിദാസിൻ്റെ മടിയിൽ നിന്ന് ആദ്യത്തെ കവറെടുത്ത് പല്ലവിയെ ഏൽപ്പിച്ചു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അതിലും ഗോപിദാസിനുള്ള ഡ്രസ്സുകൾ തന്നെ. അനന്തരം അടുത്തതും ഭാരമുള്ളതുമായ ചെറിയ ബാഗ് തുറന്നു നോക്കി. അതിൽ നിന്ന് പല്ലവി താറാവിൻ്റെ കഴുത്തിൽ പിടിച്ച് ഉയർത്തുന്നതുപോലെ ഒരു സാധനം എടുത്തുയർത്തി. പച്ച നിറത്തിലുള്ള ഒരു കുപ്പി. അതിനെ ഒരു നെറ്റുകൊണ്ട് വലയം ചെയ്തിരുന്നു. വാറ്റ് 69 വിസ്കി. ബാലു അതിൻ്റെ പേര് വായിച്ചു. എല്ലാവരുടെയും കണ്ണു തള്ളി. ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചതേയില്ല, പല്ലവി പിറുപിറുത്തു. എന്നാൽ ഗോപിദാസ് പുഞ്ചിരിച്ചു. പ്രണവ് സാറ് വാക്കു പാലിച്ചിരിക്കുന്നു. പണ്ട് എന്നോട് പറഞ്ഞിരുന്നു അമേരിക്കയിൽ പോയിട്ട് വരുമ്പോൾ നല്ല ഒന്നാന്തരം വിസ്കി കൊണ്ടുതരാമെന്ന്. ആർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത്രയും വർഷം മുമ്പ് പറഞ്ഞ ഒരു വാക്ക് പ്രണവ് ഓർമ്മയിൽ വച്ചിരിക്കുന്നു. കുപ്പി ഏതായാലും എൻ്റെ കയ്യിൽ സൂക്ഷിച്ചേക്കാം. ഭാനുമതി പല്ലവിയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി തിളങ്ങുന്ന കണ്ണുകളോടെ. സൂക്ഷിക്കുന്നതൊക്കെ കൊള്ളാൻ വല്ലമേ, ഓരോ ദിവസം കഴിയുന്തോറും അതിലെ സാധനത്തിൻ്റെ അളവ് കുറഞ്ഞു വരരുത്, ബാലു കളിയാക്കി. നീ പോടാ വിടുന്ന്. കൃത്രിമ കോപം നടിച്ച് ഭാനുമതി കൈ വാങ്ങി. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. അന്നത്തെ ദിവസം അവരുടെയെല്ലാം ചിന്തയിൽ പ്രണവും അഞ്ജനയും മാത്രം ആയിരുന്നു. പല്ലവി തനിക്ക് സമ്മാനമായി ലഭിച്ച ആഭരണങ്ങൾ അണിഞ്ഞ് അലമാരയിലെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നോക്കി. വളരെ മനോഹരമായിട്ടുണ്ട്. ഭാനുമതിയുടെ നിർദ്ദേശാനുസരണമായിരുന്നു അവൾ അങ്ങനെ ചെയ്തത്. രാത്രിയിൽ കടയടച്ച് വീട്ടിൽ മടങ്ങിയെത്തിയ പല്ലവിയുടെ ഫോണിലേക്ക് റിപ്പോർട്ടർ ഹരിലാലിൻ്റെ വിളി വന്നു. പല്ലവി കോളെടുത്തു. ഹലോ, എവിടെയാ? അവർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. വീട്ടിൽ വന്നതേയുള്ളൂ. പ്രണവ് സാർ എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ട്. അവിടെയായിരുന്നു ഇതുവരെ, ഹരിലാൽ അറിയിച്ചു. പിന്നെ സമ്മാനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? പല്ലവി ഒന്ന് മൂളിയിട്ട് പറഞ്ഞു. എന്നാലും ഗോൾഡൊന്നും വേണ്ടിയിരുന്നില്ല. ഏയ്, അത് സാറിൻ്റെയും മാഡത്തിൻ്റെയും ഒരു സന്തോഷത്തിനല്ലേ? ശരിയായിരിക്കാം, എന്നാലും അവൾ ബാക്കി പറയും മുമ്പ് ഹരിലാൽ പറഞ്ഞു. യാതൊരു കുറച്ചിലും സങ്കോചവും തോന്നേണ്ട കാര്യമില്ല പല്ലവി. പ്രണവ് സാറ് ഇന്നിങ്ങനെ ഇരിക്കാൻ കാരണക്കാരൻ തൻ്റെ അച്ഛനല്ലേ? ആ ഒരു നന്ദി അദ്ദേഹം കാണിക്കുന്നുവെന്ന് മാത്രം കരുതുക. പിന്നെ ഇത് നിങ്ങളൊക്കെ അർഹിക്കുന്നതാണെന്നും പല്ലവി മൂളി. അനന്തരം പെട്ടെന്ന് ഓർത്തതുപോലെ തിരക്കി. അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റിനായി ഞാൻ ഗോൾഡ് വിറ്റ കാര്യം എങ്ങനെ അറിഞ്ഞു? അന്ന് നമ്മൾ തമ്മിൽ പരിചയം പോലും ഉണ്ടായിരുന്നില്ലല്ലോ. ഞാനൊട്ട് പറഞ്ഞിട്ടുമില്ല, പിന്നെ എങ്ങനെ? ഹരിലാലിൻ്റെ ചിരി പല്ലവിയുടെ കാതിൽ വന്നു വീണു. ഞങ്ങൾ മീഡിയക്കാർക്ക് ഇതൊക്കെ അറിയാനാണോ പല്ലവി ബുദ്ധിമുട്ട്? തൻ്റെ സകല ഹിസ്റ്ററിയും ഞാൻ പറയട്ടെ? ഓ പിന്നെ, അതൊന്നും നടക്കത്തില്ല മോനെ, അവളും ചിരിച്ചു. എങ്കിലൊരു കാര്യം ഞാൻ പറയാം, മറ്റാർക്കും അറിയാത്തത്. പറയട്ടെ? അപ്പോൾ തനിക്ക് വിശ്വാസമാകും. എങ്കിൽ പറഞ്ഞേ. അവൾ ഫോണിലേക്ക് ശ്രദ്ധയമർത്തി. അതെ, നിങ്ങളെ തൊട്ടടുത്ത ഭാർഗവൻ എന്നൊരാളില്ലേ? ആൾക്കാർ മറപ്പുര ഭാർഗവൻ എന്ന് വിളിക്കുന്ന അയാളുടെ ഫോൺ എങ്ങനെ ആലപ്പുഴ SP കയ്യിലെത്തിയെന്നും അയാൾ എങ്ങനെ പോലീസ് പിടിയിലായെന്നും ഞാൻ പറയണോ? അമ്പരന്ന് പോയി പല്ലവി. തനിക്കല്ലാതെ മറ്റാർക്കും അറിയാത്ത കാര്യം. താൻ കുളിക്കാൻ കയറിയപ്പോഴത്തെ രംഗം അവളുടെ മനസ്സിൽ മിന്നി. ആ സംഭവം എങ്ങനെ പുറത്തായി? പറയട്ടെ? ഹരിലാലിൻ്റെ ചോദ്യം അവളെ ചിന്തയിൽ നിന്നുണർത്തി. അയ്യോ പറയണ്ട, ഞാൻ തോറ്റിരിക്കുന്നു, അങ്ങയെ നമിച്ചിരിക്കുന്നു, പല്ലവി ചമ്മലോടെ ചുണ്ടനക്കി. അങ്ങനെ വഴിക്ക് വാ. പിന്നെ ഞാനിപ്പോൾ വിളിച്ചത് മറ്റന്നാൾ ഞാൻ അവിടേക്ക് വരും. അപ്പോൾ പല്ലവിയുടെയും അച്ഛൻ്റെയും ഫോട്ടോകൾ എടുത്തു വെച്ചിരിക്കണം. പിന്നെ റേഷൻ കാർഡ്, ആധാർ സർട്ടിഫിക്കറ്റുകൾ ഒക്കെ എടുത്തോ. ഏതെങ്കിലും ട്രാവൽ ഏജൻസിയിൽ പോയി പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യണം. ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വേണ്ടി വരത്തില്ലെങ്കിലും കയ്യിലിരിക്കട്ടെ. ഓരോ ദിവസവും നിയമങ്ങൾ മാറി മാറി വരികയല്ലേ. അതിപ്പോൾ ഇത്ര പെട്ടെന്ന്? ശുഭസ്യ ശ്രീകരം എന്നൊരു പ്രമാണമുണ്ട്, അതാണ് വേണ്ടതും. അപ്പോൾ മറ്റന്നാൾ 11 മണി, റെഡിയായിരിക്കണം. ഗുഡ് നൈറ്റ്. അപ്പുറത്ത് കോൾ മുറിഞ്ഞു. പല്ലവിക്ക് എന്തോ ഇച്ഛാഭംഗം തോന്നി. ഹരിലാലിനോട് ഇനിയും എന്തൊക്കെയോ ചോദിക്കാനും പറയാനുണ്ടായിരുന്നത് പോലെ. ആ രാത്രിയിൽ താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അമേരിക്കയെ പല്ലവി സ്വപ്നത്തിൽ ദർശിച്ചു. അടുത്ത ദിവസം ഷാപ്പിൽ കള്ളളക്കുവാൻ പോകുന്ന സമയത്ത് അങ്ങോട്ട് വരാമോ എന്ന് പല്ലവി സഖാവുകാരനോട് ഫോണിൽ ചോദിച്ചു. സന്തോഷത്തോടെ അയാൾ സമ്മതം മൂളുകയും ചെയ്തു. പല്ലവി കള്ള് അളന്നു. കന്നാസ് കൊണ്ടുവന്ന് സ്കൂട്ടറിന് അടുത്ത് വയ്ക്കുമ്പോഴേക്കും കരുണനെത്തി. എന്താ പല്ലവി? സൈക്കിൾ സ്റ്റാൻഡിൽ വെച്ചിട്ട് അയാൾ തിരക്കി. പല്ലവി കാര്യം അയാളോട് സൂചിപ്പിച്ചിരുന്നില്ല. വാ പറയാം. ഷാപ്പിന് മുന്നിൽ നിന്നിരുന്ന മാവിൻ ചുവട്ടിലേക്ക് മാറി നിന്നിട്ട് പ്രണവും അഞ്ജനയും വന്നതും അവർ മുന്നോട്ട് വെച്ച സഹായ വാഗ്ദാനങ്ങളുമെല്ലാം അവൾ കരുണനോട് വിസ്തരിച്ചു പറഞ്ഞു. കരുണനും സന്തോഷമായി. നല്ല കാര്യമാണല്ലോ. ഞാനിതിൽ എന്താ പല്ലവി ചെയ്യേണ്ടത്? അവൾ മറുപടി പറയാൻ ഭാവിച്ചതും റോഡിലൊരു ഭയങ്കര ശബ്ദം. ഇരുവരും ഞെട്ടിത്തിരിഞ്ഞു. ചങ്ങനാശ്ശേരി ഭാഗത്തു നിന്ന് പാഞ്ഞു വന്ന ഒരു ടോറസ് ലോറി ആലപ്പുഴ ഭാഗത്തു നിന്ന് വന്ന ഒരു ബുള്ളറ്റ് ബൈക്ക് ഇടിച്ചു തെറിപ്പിക്കുന്നു. ബൈക്ക് റോഡിൽ വീണു വട്ടം കറങ്ങി. അതിൽ ഇരുന്നയാൾ തെറിച്ച് റോഡിൽ വീഴുകയും അവിടെ നിന്നുരുണ്ട് പല്ലവിയും കരുണനും നിന്ന ഭാഗത്തേക്ക് മറിയുകയും ചെയ്തു. അലറിക്കരയുന്ന അയാളുടെ മുഖം കണ്ടതും പല്ലവിയുടെ തലച്ചോറിൽ ഒരു സ്ഫോടനം നടന്നു. ഒരു നിമിഷം കൊണ്ട് ശിലയായി പോയ അവസ്ഥയായിരുന്നു പല്ലവിക്ക്. അവളുടെ കണ്ണുകൾ തൻ്റെ മുന്നിൽ കിടന്ന് പിടയുന്ന ആ മനുഷ്യൻ്റെ മുഖത്ത് തന്നെ തറഞ്ഞു നിന്നു. അയാളുടെ ശിരസിൽ നിന്ന് കുടുക്കുടെ ഒലിച്ചിറങ്ങുന്ന ചോര മുഖത്തും കഴുത്തിനും ഇരുവശത്തും പരന്നു. മോളെ, ഇത്? ആ മുഖം ശ്രദ്ധിച്ച സഖാവ് കരുണൻ പകുതിക്ക് നിർത്തി. പല്ലവി ഒന്ന് മൂളുക മാത്രം ചെയ്തു. അപ്പോഴേക്ക് റോഡിലൂടെ സഞ്ചരിച്ചവരും രാവിലെ ഷാപ്പിൽ എത്തിയവരുമെല്ലാം അങ്ങോട്ട് ഓടിയെടുത്തു.
ടോറസ് ലോറി അവിടെ തന്നെ ഇട്ടിട്ട് ഡ്രൈവറും ക്ലീനറും ഇറങ്ങി ഓടിക്കഴിഞ്ഞിരുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ AC റോഡ് ബ്ലോക്കായി. പല്ലവി പെട്ടെന്ന് നടുക്കം വിട്ടുണർന്നു. സഖാവേ, ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, അവൾ പറഞ്ഞു. ഇവനോട് ഇത്രയ്ക്ക് കരുണ വേണോ മോളെ? കരുണൻ ശബ്ദം താഴ്ത്തി. വേണം സഖാവേ, ഒരു ജീവൻ്റെ കാര്യമല്ലേ. നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യാതിരുന്നാൽ പിന്നെ മനുഷ്യരെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെ എല്ലാം ഇയാളുടെ വിധി പോലെ ഇരിക്കും. കരുണൻ അവളെ തുറച്ചു നോക്കി. പിന്നെ ഫോണെടുത്ത് നെടുമുടിയിലുള്ള ആംബുലൻസ് ഡ്രൈവർക്ക് കോൾ അയച്ചു. അപകടത്തിൽ പരിക്കേറ്റ മനുഷ്യൻ ഇതിനോടകം നിശ്ചലനായി കഴിഞ്ഞിരുന്നു. അയാൾ മരിക്കുകയോ സ്വബോധം നഷ്ടപ്പെടുകയോ ചെയ്തിരിക്കുകയാണ്. ഓടിക്കൂടിയവർ ആർക്കും തന്നെ ആ മനുഷ്യനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല, പല്ലവിക്കും കരുണനും ഒഴികെ. ഒരിക്കൽ പല്ലവിയെ വിവാഹം വരെ എത്തിച്ച മനുഷ്യനാണ് ഈ കിടക്കുന്നതെന്ന് കരുണൻ ഓർത്തു. ശ്രീജിത്ത്. അന്ന് ഈ പെൺകുട്ടി ഒഴുക്കിയ കണ്ണീരിന് കണക്കില്ല. ഒരു പക്ഷേ അത് തന്നെയാവണം ഇവനെ ഇവളുടെ കാൽക്കീഴിൽ തന്നെ എത്തിച്ചത്. കാലം കരുതി വച്ചിരുന്ന വിധി. ആരെങ്കിലും കുറച്ച് വെള്ളം കൊണ്ടുവാ, പല്ലവി ആരോടുന്നില്ലാതെ പറഞ്ഞു. ഷാപ്പിലെ ജോലിക്കാരി സരസമ ഓടിപ്പോയി കുറച്ച് വെള്ളമെടുത്ത് മഗ്ഗിൽ കൊണ്ടുവന്നു. പല്ലവി അത് വാങ്ങി ശ്രീജിത്തിൻ്റെ മുഖത്ത് തെളിച്ചു. അയാൾ കണ്ണു തുറന്നില്ല. എന്നാൽ ചുണ്ട് അല്പം പിളർത്തി ശ്രീജിത്തിൻ്റെ തലയ്ക്കൽ കുത്തിയിരുന്നിട്ട് പല്ലവി ആ ചുണ്ടിലേക്ക് ഇത്തിരി വെള്ളം വീഴ്ത്തി. അയാൾ അത് അല്പം കുടിച്ചു. അകലെ എവിടുന്നോ വന്നയാളാ, ഷാപ്പുടമ ദേവസ്യ പറഞ്ഞു. പക്ഷേ എങ്ങാണ്ട് കണ്ടതുപോലെയുണ്ട് മറ്റൊരാൾ. ആംബുലൻസിൻ്റെ സൈറൺ കേട്ടു. റോഡ് ബ്ലോക്കായിരുന്നെങ്കിലും ആളുകൾ തങ്ങളുടെ വാഹനങ്ങൾ പരമാവധി ഒതുക്കിക്കൊടുത്തു. അവയ്ക്കിടയിലൂടെ ഞെരുങ്ങി എന്നവണ്ണം ആംബുലൻസ് കടന്നു വന്നു. തൊട്ടു പിന്നാലെ നെടുമുടി പോലീസ് സ്റ്റേഷനിലെ ബൊലേറോയും ഉണ്ടായിരുന്നു. ചാടിയിറങ്ങിയ പോലീസുകാർ വാഹനങ്ങൾ അല്പം കൂടി ഒതുക്കി ഇടിയിപ്പിച്ചു. ആംബുലൻസ് ജീവനക്കാർ ശ്രീജിത്തിൻ്റെ ശരീരം സ്ട്രെച്ചറിലേക്ക് എടുത്തു കിടത്തി. ശേഷം ആംബുലൻസിലെത്തിച്ചു. ആംബുലൻസ് ഷാപ്പിൻ്റെ മുറ്റത്തിട്ട് തിരിച്ചു. ആരെങ്കിലും ഒരാൾ കൂടി ഒപ്പം പോയാൽ കൊള്ളാമായിരുന്നു, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആൻ്റണി പറഞ്ഞു. ഞങ്ങൾ തൊട്ടുപിറകെ വരുന്നുണ്ട്. കൂടെ പോകുന്നയാൾ കേസിലൊന്നും കുടുങ്ങത്തില്ല കേട്ടോ. അയാൾ ചുറ്റും നോക്കി. അതോടെ ജനങ്ങൾ മെല്ലെ പിന്നോട്ട് മാറാൻ തുടങ്ങി. ഞാൻ വരാം സാർ, എന്നാൽ അധികം വൈകാതെ എനിക്ക് മടങ്ങിപ്പോരണം, പല്ലവി മുന്നോട്ട് നീങ്ങി പറഞ്ഞു. ആൻ്റണി പുഞ്ചിരിച്ചു. താങ്ക് യു സിസ്റ്റർ. പല്ലവി ആംബുലൻസിലേക്ക് കയറാൻ നേരത്ത് കരുണനും പിറകെ ചെന്നു. ഞാനും വരാം മോളെ. അയാളും കയറി. സൈറൺ ഇട്ടുകൊണ്ട് ആംബുലൻസ് പാഞ്ഞകന്നു. റോഡ് ക്ലിയർ ചെയ്യുവാനും ടോറസ് ലോറി കസ്റ്റഡിയിലെടുത്തിട്ട് ബാക്കി ക്രമീകരണങ്ങൾ നടത്തുവാനും മറ്റും SIയോട് പറഞ്ഞിട്ട് ആൻ്റണിയും ഒരു സിവിൽ പോലീസ് ഓഫീസറും കൂടി ആംബുലൻസിന് പിറകെ പോയി. ആംബുലൻസിലിരിക്കുമ്പോൾ പല്ലവിയുടെ മനസ്സിൽ ശ്രീജിത്തിനെ അവസാനമായി കണ്ട രംഗമായിരുന്നു. അയാൾ ഭാര്യയുടെ ഡെലിവറിക്കായി വണ്ടാനം മെഡിക്കൽ കോളേജിൽ വന്നതും തുടർന്ന് താൻ അപ്രതീക്ഷിതമായി അയാളെ കണ്ടതും പിന്നീടുണ്ടായ സംഭവങ്ങളും. ഉച്ചനേരത്ത് പോലീസ് ജീപ്പിൽ തന്നെ പല്ലവിയും കരുണനും മടങ്ങിയെത്തി. ഷാപ്പിന് മുന്നിൽ അവർ ഇറങ്ങുമ്പോൾ നേരത്തെ വിവരമറിഞ്ഞവർ ചുറ്റും കൂടി. എങ്ങനെയുണ്ട് കരുണ അയാൾക്ക്? ദേവസ്യാണ് തിരക്കിയത്. ഒന്നും പറയാറായിട്ടില്ല. ഹെഡ് ഇഞ്ചുറിയാണ്. ജീവൻ കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം. അയാൾക്ക് എമർജൻസി ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. ദേവസ്യ എന്തോ ചിന്തിച്ചു നിന്നു. ഷാപ്പിന് മുന്നിലെ റോഡരികിൽ വീണു തളം കെട്ടിയ ചോരയ്ക്ക് മീതെ മണൽ വാരിയിട്ടിരുന്നു. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള മടക്കയാത്രയ്ക്കിടയിൽ പല്ലവി താൻ രാവിലെ സഖാവ് കരുണനെ വിളിച്ചു വരുത്തിയതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി പറഞ്ഞിരുന്നു. കരുണൻ ഷാപ്പിൻ്റെ ഓഫീസ് റൂമിൽ വച്ച് പല്ലവിയുടെ സാന്നിധ്യത്തിൽ അക്കാര്യം ദേവസ്യയോട് വിശദീകരിച്ചു. അക്കാര്യത്തിൽ എനിക്ക് വിഷമമൊന്നുമില്ല പല്ലവി. ഒന്നുമല്ലെങ്കിലും ഒരു നല്ല കാര്യത്തിനല്ലേ. ഗോപിദാസ് ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ കാര്യമെന്താ? പിന്നെ ഇക്കാലത്ത് ഇങ്ങനെ ഒരു സഹായമായി വന്നവരെ പൂവിട്ട് പൂജിക്കുക വേണ്ടത്. പല്ലവിക്ക് സന്തോഷമായി. ദേവസ്യ തുടർന്നു. പല്ലവി ചെത്തുന്ന തെങ്ങുകളുടെ കാര്യത്തിൽ ഉത്കണ്ഠ വേണ്ട. അത് ഞാൻ നമ്മുടെ ആളുകളെ കൊണ്ട് ചെയ്യിച്ചോളാം. എത്രയും വേഗം അമേരിക്കയ്ക്ക് പോകാൻ നോക്ക്. പിന്നെ എന്നോട് എന്ത് കാര്യവും പല്ലവിക്ക് തുറന്ന് ചോദിക്കാം. ഒട്ടും മടിക്കണ്ട. അത് പണത്തിൻ്റെ കാര്യമാണെങ്കിലും. വേണമെങ്കിൽ ഞാൻ പറയാച്ചായ. അങ്ങനെ പ്രതികരിക്കാനേ കഴിഞ്ഞുള്ളൂ പല്ലവിക്ക്. ഉച്ചയ്ക്ക് തെങ്ങ് ചെത്താൻ പോകേണ്ടതിനാൽ അവൾ വേഗം യാത്ര പറഞ്ഞിറങ്ങി. അതിനിടെ കരുണനോട് പറഞ്ഞു, സഖാവ് വൈകിട്ട് വീട്ടിലേക്കൊന്ന് വരണം. എന്തിനാ മോളെ? അയാൾക്ക് മനസ്സിലായില്ല. അതൊക്കെ അവിടെ വന്നിട്ട് പറയാം. അവൾ ചിരിക്കുക മാത്രം ചെയ്തു. അവൾ പോയി കഴിഞ്ഞപ്പോൾ കരുണൻ ദേവസ്യയ്ക്ക് നേരെ തിരിഞ്ഞു. ഗോപി രക്ഷപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അത്രയ്ക്ക് നല്ല ചിന്തയും പ്രവൃത്തിയുമാണ് പല്ലവിയുടേത്. ഇവളല്ലാതെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അപകടത്തിൽപ്പെട്ട ശ്രീജിത്തിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോകുമായിരുന്നോ? ദേവസ്യ നെറ്റി ചുളിച്ചു. ശ്രീജിത്ത് എന്നായിരുന്നോ അയാളുടെ പേര്? ആ, കരുണൻ തലയാട്ടി. പറഞ്ഞാൽ ദേവസ്യ അയാളെ അറിയും. വിവാഹം വരെ പല്ലവിയെ എത്തിച്ചിട്ട് ചതിച്ചത് അയാളാണ്. ദേവസ്യയുടെ കണ്ണുകൾ മിഴിഞ്ഞു. അപ്പോൾ പല്ലവി തങ്ങളുടെ കടയിലെത്തിയിരുന്നു. അവളെ കാത്തിരിക്കുകയായിരുന്നു ഭാനുമതി. ഫോണിലൂടെ നേരത്തെ അവൾ ഭാനുമതിയെ വിവരം ധരിപ്പിച്ചിരുന്നു. അവനിപ്പോൾ എങ്ങനെയുണ്ട്? ഭാനുമതി ചോദിച്ചു. പല്ലവി കാര്യം ചുരുക്കി പറഞ്ഞു. ബാക്കിയൊക്കെ ഞാൻ ഉച്ചച്ചേർത്ത് കഴിഞ്ഞിട്ട് പറയാൻ വല്യമ്മേ. നീ വല്ലതും കഴിച്ചായിരുന്നോ? ഭാനുമതി പെട്ടെന്ന് തിരക്കി. പല്ലവി അക്കാര്യം ഓർക്കുന്നത് അപ്പോൾ മാത്രമാണ്. ഇല്ല. ഇനി ഏതായാലും ചെത്ത് കഴിഞ്ഞിട്ടാവാം.
അവൾ തിടുക്കത്തിൽ സ്കൂട്ടർ ഓടിച്ചു പോയി. ഭാനുമതി ദീർഘമായി നിശ്വസിച്ചു. പാവം പെണ്ണ്. ഉച്ചയ്ക്ക് ശേഷം നെടുമുടിയിലുള്ള ഒരു ഫോട്ടോഗ്രാഫറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ പല്ലവി ഗോപിദാസിൻ്റെ ഫോട്ടോ എടുപ്പിച്ചു. അവിടെ വച്ച് തന്നെ അയാൾ അവളുടെ ഫോട്ടോയും എടുത്തു. ചേട്ടാ, നാളെ രാവിലെ തന്നെ തരണേ, പല്ലവി ഫോട്ടോഗ്രാഫറെ ഓർമ്മപ്പെടുത്തി. ഇന്ന് വൈകിട്ട് തന്നെ എത്തിച്ചേക്കാം, അയാൾ സമ്മതിച്ചു. വൈകിട്ട് തന്നെ അയാൾ വാക്കു പാലിക്കുകയും ചെയ്തു. റിപ്പോർട്ടർ ഹരിലാൽ ആവശ്യപ്പെട്ട സാധനങ്ങളൊക്കെ അവൾ ഒരു കവറിൽ ഭദ്രമായി എടുത്തു വയ്ക്കുകയും ചെയ്തു. രാത്രി കടയടച്ചിട്ട് പല്ലവി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സഖാവ് കർണനും ഒപ്പമുണ്ടായിരുന്നു. ഗോപിദാസിൻ്റെ മുറിയിൽ വെച്ച് രാവിലെ നടന്ന സംഭവങ്ങൾ ഒന്നുകൂടി വിശദീകരിച്ചു. എല്ലാം കേട്ടുനിന്ന ഭാനുമതി ദേഷ്യം കടിച്ചമർത്തി. ഞാനായിരുന്നാലേ അവൻ അവിടെ കിടന്ന് ചാകട്ടെ എന്ന് വിചാരിച്ചേനെ. അത്തരം തരവഴിയല്ലേ അവൻ എൻ്റെ കൊച്ചിനോട് ചെയ്തത്. വല്യമ്മേ, അതിന് അയാളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. പണത്തിനു വേണ്ടി അയാൾ വേഷം കെട്ടി. അതിന് അയാളെ പ്രേരിപ്പിച്ചത് ആരാ? അതിന് ഉത്തരമില്ലായിരുന്നു ഭാനുമതിക്ക്. പല്ലവി തുടർന്നു. അക്കാര്യത്തിൽ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടായെന്ന എനിക്കിപ്പോൾ തോന്നുന്നത്. അയാൾ അഭിനയിക്കുകയാണെന്ന് അറിയാതെ പോയി. അയാൾ പറഞ്ഞതൊക്കെ വിശ്വസിച്ചു പോയി. എടത്തോ KSRTC ഡിപ്പോയിലെ കണ്ടക്ടറാണ് താനെന്ന് അയാൾ പറഞ്ഞപ്പോൾ ആദ്യമേ അയാളെക്കുറിച്ച് അവിടെ അന്വേഷിക്കണമായിരുന്നു. ഒന്ന് നിർത്തി അവൾ ശ്വാസം വലിച്ചു വിട്ടു. ഇപ്പോൾ തന്നെ വല്യമൊന്ന് ഓർത്തു നോക്കിക്കേ. പണ്ട് പ്രണവ് സാറിനെ രക്ഷിക്കാൻ അച്ഛൻ ശ്രമിച്ചത് കൊണ്ടല്ലേ ഇപ്പോൾ സഹായവുമായി അദ്ദേഹം വന്നത്. മനുഷ്യരുടെ കാര്യം അങ്ങനെയേ വല്യമ്മേ. ഒട്ടും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കില്ല നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഗുണം ദൈവം നമുക്ക് തരാതിരിക്കില്ല. അതിനു പകരം ശത്രുവിൻ്റെ പതനം കാണുന്നതിന് മാത്രം നമ്മൾ കാത്തിരുന്നാൽ എന്താണ് ഗുണം? ഈ ചെറിയ ജീവിതത്തിൽ നമുക്ക് ഓർത്തിരിക്കുവാനെങ്കിലും ചില നല്ല കാര്യങ്ങൾ വേണ്ടേ? ഭാനുമതി തൻ്റെ ചെറുമകളെ അത്ഭുതത്തോടെ നോക്കി. ഈ കൊച്ചു പ്രായത്തിനുള്ളിൽ ഇവൾ മനസ്സിനെ എന്തുമാത്രം പാകപ്പെടുത്തിയിരിക്കുന്നു. ഇവളുടെ ചിന്തകൾ എത്ര വളർന്നിരിക്കുന്നു. മോള് പറഞ്ഞത് അതിൻ്റെ ശരി. മാധവനും പല്ലവിയെ പിന്താങ്ങി. സമയം വൈകുന്നു. എന്നോട് ഇങ്ങോട്ട് വരാൻ പല്ലവി പറഞ്ഞത് എന്തിനാണെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല, സഖാവ് കരുണൻ ഓർമ്മപ്പെടുത്തി. പല്ലവി നേരത്തെ ചിരിയോടെ ഭാനുമതിയെ നോക്കി. പ്രണവ് സാർ കൊണ്ടുതന്ന ആ സാധനമില്ലേ വല്യമ്മേ, അത് കുറച്ച് സഖാവിന് കൊടുക്ക്. അത് ശരി, ഭാനുമതി ചിരിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോയി. പിന്നെ അമേരിക്കൻ വിസ്കിയുടെ ബോട്ടിലുമായി മടങ്ങിയെത്തി. അത് കണ്ടപ്പോൾ കരുണൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായി. ഭാനുമതി ബോട്ടിൽ തീന്മേശയിലേക്ക് മീതെ വെച്ചു. ബാലു ചെന്ന് അതിൽ അടിമുടി ശ്രദ്ധിച്ചു. ഇതിൻ്റെ 4-1 കുറഞ്ഞിട്ടുണ്ടല്ലോ വല്യമ്മേ. പോടാ അവിടുന്ന്. ഞാൻ മാത്രമല്ല, നിന്റെ വല്യച്ഛനും കൂടിയാ തീർത്തത്. ഭാനുമതിയുടെ മറുപടി കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. കഥ തുടരും.